സത്യത്തില് വളരെ ചെറിയ വേഷം എന്നാണ് ഞാൻ ഈ സിനിമയിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പടം തിയേറ്ററിൽ ഇറങ്ങി OTT റിലീസായി ആൾക്കാർ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പൊന്മാൻ കണ്ടു, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് ക്യാരക്ടർ എന്ന്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ ക്യാരക്ടറാണെന്ന്. പിന്നെ അതുമല്ല, ചില ഷോട്ടൊക്കെ എടുത്തു അവസാനം ആ കർത്താവിന്റെ ആ നോട്ടം ഭയങ്കര രസമുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു പടത്തില് ഭയങ്കര നല്ല സിനിമയാണെങ്കിൽ ഒരു ഷോട്ട് മതി ആൾക്കാരെ തിരിച്ചറിയാന്നുള്ളത് ഈ സിനിമ എനിക്ക് മനസ്സിലാക്കി തന്നു. ശരിക്കും ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചൊരു സിനിമയാണ് ജോഷേട്ടൻ്റെ അടുത്ത്. കാരണം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നു, കുറച്ച് കുഴപ്പമില്ലാത്ത പൈസയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ചാൻസ് ചോദിച്ചിട്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പൈസ തരുമോ എന്നുള്ള ഡൗട്ടായി. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അഭിനയിച്ചാൽ ചിലപ്പോൾ പൈസ തരൂല്ല എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാൻ മടിയായി. പിന്നെ ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ തൊട്ട് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചപ്പം കല്യാണത്തിന് കുറച്ച് പൈസ വേണം. അതിനു മുന്നേക്കെ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും, പടം വരുമ്പം ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ കല്യാണം എടുത്തപ്പം പടമില്ല, പൈസയും ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കുറെ സിനിമാക്കാരൊക്കെ വിളിച്ചു, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. കാരണം ആവശ്യമാണ് നമ്മളെ ചോദിപ്പിക്കാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞാൻ ജോഷേട്ടൻ്റെ അടുത്ത് വിളിച്ചു. അപ്പൊ ജോഷേട്ടൻ പറഞ്ഞത് ഓൾറെഡി ആയി, കൊല്ലത്തുള്ള കുറെ പുതിയ ആൾക്കാരൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ബേസിലുണ്ടെന്ന് എനിക്കറിയാം, സജിനുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ച് ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് കുറച്ച് മുടി വളർത്തി വെക്കുന്ന സമയമായിരുന്നു. ഒരു പണിയിലാണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വളർന്ന മുടി, അപ്പൊ അങ്ങ് വളർന്ന്. അപ്പൊ അത് അയച്ചെടുത്തപ്പോ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും കർത്താവിന് കുറച്ച് മുടിയുണ്ട്, അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പോയി കഴിഞ്ഞപ്പോ ഈ മുടീന്റെ മുകളിൽ വലിയൊരു മുടി വേറെ വെച്ചു തന്നു. അപ്പം പിന്നെ സാനുചേട്ടൻ കണ്ടിട്ടുണ്ട് ഇത് എന്താ കോലെന്നൊക്കെ ചോദിച്ചു. അവസാനം സാനുചേട്ടൻ കേളിയേപ്പിച്ചു, ഇരുന്ന് കേളിയേപ്പിച്ചു. അങ്ങനെയാണ് കർത്താവായിട്ട് അഭിനയിച്ചത്. പക്ഷെ സന്തോഷമുണ്ട്, ആ സിനിമ ഭയങ്കര സക്സസ് ആയി, ആൾക്കാർ തിരിച്ചറിയുന്നു. ആ സിനിമ കാരണം കുറച്ച് സിനിമകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും സിനിമകൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കും. ഇനി ആവശ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. അതല്ല അതായിട്ടില്ല. അല്ല, ആവശ്യം വരുമല്ലോ. ഞാൻ കുറച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കൈയടിക്കാൻ വേണ്ടി. എന്തായാലും സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയില് ഒരു സക്സസ് മീറ്റിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊരു ബലകം വായിക്കാൻ വന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പിന്നെ സംസാരിക്കാനൊന്നും അങ്ങനെ വലിയ പിടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ബുക്ക് കോവിഡ് സമയത്ത് ആ സമയത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും വായിച്ചിട്ട് നമ്മൾ ഒരു ആക്ടറാണല്ലോ, അപ്പോൾ നമ്മൾ സ്വപ്നമാണല്ലോ ഏത് ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ബ്രൂണോ. അത് ഇതിലേക്ക് തന്നെ എത്തി. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ബേസിൽ ബ്രോയോട് അഭിനയിക്കാൻ പറ്റി. എൻ്റെ ആദ്യത്തെ ബ്രേക്ക് ജയ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ബ്രേക്ക് വന്നത് അതുപോലെ തന്നെ ബേസിൽ ബ്രോയുടെ പടമായിരുന്നു പൊന്മാൻ. ജ്യോതി ഷെട്ടിൻ്റെ കൂടെയും പേരെടുത്ത് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ ഇതിൻ്റെ അകത്തുള്ള ഒരു ഹൈ കിട്ടിയ മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ സാനുചേട്ടനെ ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഹൈ. സാനുചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഇതിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ സാനുചേട്ടനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഹൈ കിട്ടിയ ഒരു പരിപാടിയായിരുന്നു. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തിയോട് വർക്ക് ചെയ്യാൻ പറ്റി, അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ പറ്റി എന്നുള്ളതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. സച്ചിനായാലും ലിജോ ആയാലും ദീപക്കായാലും സന്ധ്യ ചേച്ചി ആയാലും എല്ലാ നല്ല ആക്ടേഴ്സിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര മൊമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര മെമ്മറിയുള്ള ഒരു സിനിമയാണ്. ബാക്കി എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. പിന്നെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഈ വേദി ഞാൻ ഉപയോഗിക്കണമെന്ന് വിചാരിക്കില്ല. ഞാനും കൂടെ എഴുതിയൊരു സിനിമ, ഒരു ചെറിയ സിനിമ ഇപ്പോൾ ഒരു OTT വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി സ്വീകരണം എന്നാണ് പേര്. പറ്റുമെങ്കിൽ അതൊന്നും എല്ലാവരും കാണണം. ചെറിയ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.